ഹലോ, ഇന്നത്തെ റെസിപ്പി ചിക്കൻ തൊക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 3/4 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂട്ടിയിടാം കേട്ടോ. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായി പിടിക്കുന്നവരെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ചെറിയ അളവിൽ പട്ട, ഗ്രാമ്പ് ഒന്നും വേണ്ട, 2-3 വെളുത്തുള്ളി നൈസായിട്ട് അരിഞ്ഞെടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1/2 കപ്പ് ചെറിയുള്ളി കട്ട് ചെയ്യണമെന്നില്ല, മുഴുവനായിട്ട് വേണേലും ഇടാം. എന്നിട്ട് നല്ലോണം 2-3 മിനിറ്റ് വരെ വഴറ്റി കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ നല്ലോണം വഴറ്റി കൊടുക്കണം. 1/2 കപ്പ് വലിയുള്ളി സ്ലൈസ് ചെയ്തത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ ഉള്ളിലേക്ക് ഇട്ട ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഉള്ളിയും ചിക്കനും കൂടെ നല്ലോണം മിക്സ് ആവണം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട. ചിക്കൻ പാതി വെന്ത് വരുമ്പോൾ അതിൻ്റെ വെള്ളം തന്നെ ഉണ്ടാവും. 3/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. കാൽ കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇതും ആഡ് ചെയ്ത് കൊടുക്കാം. എന്തായാലും ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നല്ലോണം ഡ്രൈ ആക്കണം. ഡ്രൈ ആക്കിയാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പാൻ അടച്ച് വെച്ച് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഡ്രൈ ആക്കി എടുക്കണം. എരിവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ മുളക് പൊടിയോ പെപ്പറോ ഒക്കെ അളവ് കൂട്ടിയിടാം. കറി നല്ലോണം ഡ്രൈ ആകുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ തൊക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലേശം മല്ലിയില കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. റെസിപ്പി ഇഷ്ടമായ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.